എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ SRH വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടത്തിന് ശേഷം IPLന്റെ പുതിയ അപ്ഡേറ്റഡ് പോയിന്റ് ടേബിളിൻ്റെ ഒരു പൊസിഷൻസ് നമുക്ക് പരിശോധിക്കാം. ഇപ്പോഴും തലപ്പത്ത് കോട്ടം തട്ടാതെ രാജസ്ഥാൻ റോയൽസ് തുടരുന്നുണ്ട്. 7 മത്സരങ്ങൾ 6 വിജയം 1 പരാജയം ഉൾപ്പെടെ 12 പോയിന്റുമായി ആധികാരിക ലീഡ് തന്നെയാണ് രാജസ്ഥാൻ റോയൽസിനുള്ളത്. രണ്ടാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് 7 മത്സരം കളിച്ചപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹിയെ കൂടി പരാജയപ്പെടുത്തിയതോടുകൂടി 5 വിജയങ്ങൾ നേടിക്കൊണ്ട് 10 പോയിന്റുമായി ഹൈദരാബാദാണ് രണ്ടാം സ്ഥാനത്ത്. KKR ഒരു സ്ഥാനം താഴ്ന്ന് മൂന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. 6 മത്സരം കളിച്ചപ്പോൾ 8 പോയിന്റാണ് KKR ഉള്ളത്. നാലാം സ്ഥാനത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് 7 മത്സരം കളിച്ചപ്പോൾ 4 വിജയം 3 പരാജയം ഉൾപ്പെടെ 8 പോയിന്റാണ് ചെന്നൈക്കുള്ളത്. അഞ്ചാം സ്ഥാനത്ത് ലക്നൗ സൂപ്പർ ജയൻസ് തുടരുന്നുണ്ട്. 7 മത്സരം കളിച്ചപ്പോൾ 4 വിജയം 3 പരാജയം ഉൾപ്പെടെ 8 പോയിന്റാണ് LSCക്കുള്ളത്. ഇന്നലെ ഡൽഹി തോറ്റതോടുകൂടി മുംബൈ ഇന്ത്യൻസ് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. മുംബൈ 6ാം സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. 7 മത്സരം കളിച്ചപ്പോൾ 3 വിജയം 4 പരാജയം ഉൾപ്പെടെ 6 പോയിന്റാണ് MIക്കുള്ളത്. ഇന്നലത്തെ മത്സരത്തിൽ ഹൈദരാബാദിനോട് 67 റൺസിന് പരാജയം നേരിട്ടതോടുകൂടി റൺ റേറ്റിൽ ഇടിവുണ്ടായി ഡൽഹി ക്യാപിറ്റൽസ് ആ ഒരു സ്ഥാനം താഴ്ന്നുകൊണ്ട് 7ാം സ്ഥാനത്തേക്ക് താഴ്ന്നിട്ടുണ്ട്. 8 മത്സരം 6 പോയിന്റാണ് DCക്കുള്ളത്. 8ാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. 7 മത്സരം കളിച്ചപ്പോൾ 6 പോയിന്റാണ് GTക്കുള്ളത്. ടോപ്പ് 10 അവസാന 2 ടീമുകൾ, അതായത് പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏതാണ്ട് അസ്തമിച്ച 2 ടീമുകൾ. പഞ്ചാബ് കിങ്സ് 9ാം സ്ഥാനത്ത് തുടരുന്നുണ്ട്. 4 പോയിന്റാണ് ഉള്ളത്. അവസാന സ്ഥാനത്ത് RCB 7 മത്സരം കളിച്ചപ്പോൾ 2 പോയിന്റ് അവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ. സോ ഇതാണ് IPL 2024 35ാം റൗണ്ട് പോരാട്ടത്തിന് ശേഷം ഹൈദരാബാദ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് ത്രില്ലർ പോരാട്ടത്തിന് ശേഷം IPLന്റെ പുതിയ അപ്ഡേറ്റഡ് പോയിന്റ് ടേബിൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.